ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മളുടെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഡെലിവറി വീടുകളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികളെ ഹെൽത്തി ആയിരിക്കുന്നോ, എങ്ങനെയാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ അമ്മേനെയും കുട്ടീനെയൊക്കെ ഒന്ന് നമ്മൾ എന്താണെന്നുള്ളത് നോക്കാനായിട്ടുള്ള ഒരു യാത്രയിലാണ്. ഇവർക്ക് ഡെലിവറി മുന്നിൽ കണ്ടിട്ട് ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് എത്താൻ പറ്റിയില്ല. 8ാം മാസത്തിൽ തന്നെ ഡെലിവറി നടന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രശ്നം വന്നത്. പിന്നെ ഇവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയുടെയൊക്കെ ഒന്ന് രണ്ട് മലയൊക്കെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ വീടെത്തുള്ളൂ. കാരണം ഈ ഒരു ജില്ലയുടെ തന്നെ ഏറ്റവും ബോർഡറിലാണ് ഇവരുള്ളത്. ഈ കാണുന്ന മലയെല്ലാവരും കയറി ഇറങ്ങി വേണം ഇവർക്കൊന്ന് റോഡിലോട്ട് എത്താനായിട്ട്. റോഡിലെത്തി കഴിഞ്ഞാലും അവർക്ക് എല്ലാവർക്കും വണ്ടികളൊന്നുമില്ല. അപ്പം റോഡിലെത്തി അടുത്ത ഏതെങ്കിലും ഷെയർ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കയറി പോകാനേ പറ്റത്തുള്ളൂ. അങ്ങനത്തെയൊക്കെ കുറച്ച് അവസ്ഥകളാണ് ഇവരുടെ. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടുത്തെ കാഫൽ ഫ്രൂട്ട് നമ്മൾ കണ്ടു. ഹിമാലയത്തിൽ മാത്രം കാണുന്ന കാഫൽ ഫ്രൂട്ട്സാണ്. നമ്മുടെ നാട്ടിലെ പൂച്ചപ്പഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. കാണാൻ നല്ല രസമൊക്കെയാണ് കേട്ടോ. നല്ല റെഡ് ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഓറഞ്ചൊക്കെ ആയി കഴിഞ്ഞാൽ ചെറിയൊരു പുളിപ്പുണ്ട്. മഞ്ഞയാണെന്നുണ്ടെങ്കിൽ നല്ല പുളിയാണ്. അങ്ങനെ കാഫൽ പഴമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. ഇതൊരു പാറക്കെട്ട് പോലെയുള്ളതാണ്. ആ പാറക്കെട്ട് ഇടയ്ക്ക് ഇവർ ഈ വീടിൻ്റെ ഒക്കെ പണിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ ആൾക്കാർ തന്നെ പാറയും അവിടുത്തെ കല്ലുകളൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ അവരവരെ പണിക്കൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വേണം നമുക്ക് പോകാനായിട്ട്. പക്ഷേ സൈഡിൽ പാറക്കെട്ടാണെങ്കിൽ മറ്റേ സൈഡിൽ ഇങ്ങനെ നല്ല മലകളും കുന്നുകളൊക്കെ കണ്ടു പോവാം. ഇവിടെ ആണെങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ ചൂടിൻ്റെയൊക്കെ ഒരു ആഘാതം വരുന്നത്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 ഡിഗ്രിയൊക്കെയാണ്. എന്നാലും വലിയ വെയിലിൻ്റെ ചൂട് അങ്ങനെ നമുക്കറിയത്തില്ല. തണുത്ത കാറ്റടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടാൻ അടിക്കുന്നുണ്ട് നന്നായിട്ട്. അത് നന്നായിട്ട് അറിയുന്നു. പിന്നെ നമ്മൾ ഈ നടക്കണ വഴിയൊക്കെ നോക്കിയും കണ്ടും നടന്നില്ലെങ്കിൽ വല്ല പാമ്പ് കടി ഏറ്റിച്ചാവും. അങ്ങനത്തെയൊക്കെ സീനുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പാമ്പിൻ്റെ ശല്യമൊക്കെ നല്ല കൂടുതലാണ്. പിന്നെ ഇവിടുത്തെ പ്രസവ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾക്കിപ്പം ഡയറ്റും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നത് സീസണലാണ്. പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിലോട്ട് പോയപ്പോൾ അവരും ഞങ്ങൾക്ക് കാഫിൽപ്പഴം തന്നു. അവരുടെ വീട്ടിലുള്ള കാഫിൽപ്പഴമൊക്കെ ഞങ്ങൾക്ക് അവിടെ പച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തന്നു. അവരുടെ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് പോകുമ്പോഴുള്ള വഴിയാണത്. അപ്പോൾ ഇവിടെ ട്യൂലിപ്സിൻ്റെ കൃഷിയാണ്. അതൊക്കെ കാണാനൊരു കൗതുകം, അത്രേ ഉള്ളൂ. കാണാനും അതിൻ്റെ ഒന്നുമില്ല. അതിൻ്റെ ടൈമല്ല തോന്നുന്നു. അത് കാരണം അധികമൊന്നും കണ്ടില്ല. കുറച്ചങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ നടന്നപ്പോഴാണ് പിന്നെ ഈ ട്യൂലിപ്സിൻ്റെ സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ കണ്ടത്. മുട്ടിട്ടൊക്കെ നിൽക്കുന്ന കണ്ടത്. ഞങ്ങളിങ്ങനെ നടന്നു തന്നെ കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്ന വഴിയിലിങ്ങനെ അമ്മമാർ ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ കാര്യം, നീ എങ്ങോട്ടാ പോകുന്നേ, അങ്ങനെ ഈ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത്. പിന്നെ അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ തായി കാണണം മലയും കുന്നും അങ്ങനെയൊക്കെ. നടത്തം തന്നെ നടത്തം. എന്തോരം നടന്നു കൂട്ടിയെന്ന് എനിക്ക് പറയാൻ പാടില്ല. വേറെ എങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിൽ 2 വീലറും പോവില്ല. കാരണം ഉള്ളിലോട്ടുള്ള റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ റോഡായിട്ടില്ല, വഴികളാണ്. പിന്നെ കാടും മലയൊക്കെ കയറിപ്പോകുന്നതിൻ്റെ ഇടയിൽ എവിടെയാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുക. പിന്നെ ഇത് മാൾട്ട എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ സൂം ചെയ്തത് ഓറഞ്ചിൻ്റെ ഇനത്തിൽ വിടുന്നതാണ്. പിന്നെ എല്ലാ വീട്ടിലും പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സാധനങ്ങളായി വെളുത്തുള്ളിയും സവാള എല്ലായിടത്തും ഉണക്കാൻ വെച്ചിട്ട് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ കുഴിയും കാണും, എല്ലായിട്ട് ചതയ്ക്കാൻ കാര്യങ്ങളായിട്ട്. പിന്നെ വെള്ളത്തിൻ്റെ സ്രോതസ്സ് കണ്ടോ. ഇവിടെ 24 ഹവേഴ്സും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് താഴേക്ക് കനാലിലോട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ ആ വീട്ടിലെ കുട്ടിയാണ് കേട്ടോ അത്, സുന്ദരി മണിയാണ്. ഇവിടെ ഇപ്പോൾ ഓറഞ്ചിൻ്റെ ടൈമല്ല, പക്ഷെ മാൾട്ടയുടെ സീസണാണ്. ഓറഞ്ച് പോലെ തന്നെ ഇരിക്കുന്നതാണ്. ടേസ്റ്റും ഡിഫറെൻ്റാണ്. ഓറഞ്ചിൻ്റെ പോലെയല്ല, പക്ഷെ ഒത്തിരി ഡിഫറെൻറ്റ്. ഞങ്ങളവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. ഇതവരുടെ വീട് കേട്ടോ. 2 ബിൽഡിംഗ് ആയിട്ടാണ് അവരുടെ വീടുള്ളത്. ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു ജില്ലയുടെ അറ്റത്താണ്. അപ്പോൾ ഇവർക്ക് ഒരു വഴിയില്ല പുറത്തോട്ട് വരാനായിട്ട്. പിന്നെ ഞങ്ങൾക്കും ഇത്രയും നടന്ന ആവശ്യത്തായ കാരണം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നത്തെ യാത്ര തുടങ്ങിയത്. പോണ വഴിക്ക് എല്ലാം കാപ്പിൽപ്പഴം കണ്ട് എല്ലാം പറിച്ച് തിന്നിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള ഞങ്ങളുടെ എല്ലാ പേഷ്യൻസും ഇതാ കാണുന്ന കല്യാണ വീട്ടിലാണ്. അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. ബൈ ബൈ.